السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. വളരെ സ്നേഹം നിറഞ്ഞ ഏറെ ആദരവുള്ള എൻ്റെ സൗദിയിലുള്ള മംഗലാപുരം സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് 10-20 വർഷം മുമ്പ് എൻ്റെ കൂടെ സ്ഥാപനത്തിലും ലൈബ്രറിയിലും കിടക്കുന്ന ബെഡ്റൂമിലും കിച്ചണിലുമൊക്കെ കാലങ്ങൾ ചിലവഴിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഉമർ ഫാറൂഖിൻ്റെ പ്രത്യേകമായ വരണമെന്ന ഒരാവശ്യവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടിക്ക് നിങ്ങളെയുമൊക്കെ കാണാമെന്നുള്ള താല്പര്യത്തോടു കൂടി വന്നത്. ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായൊരു പ്രഖ്യാപനമാണ് അബ്രഹത്തിൻ്റെ ആനസംഘം, ആനപ്പടയാളികൾ ത്വായിഫിൻ്റെ വഴിയിലൂടെ യമനിലൂടെ കടന്നു വന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ തോട്ടത്തിലെത്തി ഒട്ടകത്തെ പിടിച്ച് കൊണ്ടുപോയി കഅബ പൊളിക്കാൻ പോകുകയാണ്, അതിന് താങ്കളുടെ സപ്പോർട്ടും സഹകരണം വേണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അടുക്കൽ പറയുന്ന ഹിസ്റ്ററിക്കൽ ഡിക്ലറേഷൻ കാണാൻ കഴിയും. അന റബ്ബുൽ ഇബ്ലി വ ഇന്ന ലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി. എൻ്റെ അടുത്തുനിന്ന് പിടിച്ച ഒട്ടകത്തിൻ്റെ റബ്ബ് ഞാനാ, അതിൻ്റെ ഉടമസ്ഥൻ. എങ്കിൽ അതെനിക്ക് നീ തിരിച്ചു തരണം. നീ ആക്രമിക്കാൻ പോകുന്ന, അറ്റാക്ക് ചെയ്യാൻ പോകുന്ന, ഇൻവേഷൻ ചെയ്യാൻ പോകുന്ന ആ മഹാഭവനത്തിന് റബ്ബുണ്ട്. അത് എൻ്റെ ഉത്തരവാദിത്വമല്ല. യഹ്മീഹി, അവനത് സംരക്ഷിക്കും. റബ്ബ് എന്ന കൺസെപ്റ്റ്, റബ്ബ് എന്ന ചിന്ത ഇസ്ലാം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും പഴയ ഖുറൈശികൾക്ക് ഇങ്ങനെയായിരുന്നുണ്ടായത്. മക്കയിലെ ഖുറൈശികളുടെ കോൺഫറൻസ് ഹാളാണ് ദാറുൻ നദ്വ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദാറുൻ നദ്വ, അതായത് പെൻഡഗൻ പോലെയുള്ള അല്ലെങ്കിൽ വലിയ സൈനിക കേന്ദ്രങ്ങളുടെ, സൈനിക ആക്രമണങ്ങളുടെയൊക്കെ ആസൂത്രണ പദ്ധതികൾ തീരുമാനിക്കപ്പെടുന്ന ഖുറൈശികളുടെ ലീഡേഴ്സിൻ്റെ ഗ്യാതറിംഗ് സമ്മിറ്റ് നടത്തുന്ന ഒരു കോൺഫറൻസ് ഹാളായിരുന്നു ദാറുൻ നദ്വ എന്നുള്ളത്. അതിൻ്റെ മുതലാളിയായിരുന്നു ഹക്കീം ബിൻ ഹിസാം. ഹക്കീം ബിൻ ഹിസാം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ദാറുൻ നദ്വ 100,000, അതായത് 1 മില്യൺ സ്വർണ്ണ നാണയത്തിന് വിറ്റപ്പോൾ അദ്ദേഹത്തോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്. സ്വഹാബി ചോദിക്കാണ്, ബിഅത മക്രമത ഖുറൈശ്, താങ്കൾ ഖുറൈശികളുടെ അഭിമാന കേന്ദ്രം വിറ്റോ? നഅം ബിഅതുഹാ ലിശ്റാഇ ദാറൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലൊരു ഭവനം വാങ്ങാൻ വേണ്ടി ആ ഭവനത്തെ വിറ്റു. ദഹബത്തിൽ മക്കാരിം ഇല്ല തഖ്വ, എന്തന്തസ്സായി ലോകത്തുള്ളത് ഭക്തിയല്ലാതെ എന്തന്തസ്സാണ് എനിക്കിനി ജീവിതത്തിൽ ബാക്കി വെക്കാനുള്ളതെന്നുള്ള ചരിത്രത്തിലെ അറിയപ്പെട്ട ചോദ്യവും നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ റബ്ബിനെ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ട്രാൻസാക്ഷനുകളെ, ജീവിതത്തിൻ്റെ ഇടപാടുകളെ എല്ലാം സമർപ്പിച്ച ഒരു സൊസൈറ്റിയായിരുന്നു പ്രവാചകൻ്റെ പരിവാരങ്ങൾ ജീവിച്ചിരുന്നത് എന്ന്
നാം അറിയാതെ വായിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ റബ്ബിനെ മനസ്സിലാക്കുന്നത്. ഖുർആനിൽ റബ്ബ് എന്ന് ഉപയോഗിച്ചത് അതിമനോഹരമാണ്. ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും. പക്ഷേ ഞാൻ എൻ്റെ സമയത്തിനുള്ളിലേക്ക് അതിനെ ചുരുക്കിക്കൊണ്ട് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവസാനം കുറിക്കാം ഇൻഷാ അല്ലാഹ്. റബ്ബെന്ന് പറഞ്ഞാൽ സാധാരണ വളർത്തുക എന്നുള്ളത്. ഖാലിഖ് എന്നർത്ഥമുണ്ട്, മുസ്ലിഹ് എന്നർത്ഥമുണ്ട്, മുറബ്ബി എന്നർത്ഥമുണ്ട്, ക്രിയേറ്റർ എന്നർത്ഥമുണ്ട്, പിന്നെ നന്നാക്കുന്നവെന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ വളർത്തുന്നവനെന്നർത്ഥമുണ്ട്. എങ്കിൽ ഇതെല്ലാം സംഗമിക്കുന്ന ഒരു പ്രയോഗമാകുന്നു റബ്ബ് എന്ന പ്രയോഗം. ആ റബ്ബ് എന്ന പ്രയോഗത്തെ ഒന്നും കൂടി നമുക്ക് ചരിത്രത്തിൽ പല നിലക്ക് വായിക്കാൻ കഴിയും. ഉമ്മു സലമ എന്ന് പറയുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അവർ ഇസ്ലാമിക ഗാലക്സിയിലെ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്നു അവർ. അവരുടെ ഭർത്താവ് അബൂ സലമ മരിച്ചു. റോൾ മോഡലായി സഹാബികൾക്ക് അറിയപ്പെട്ടിരുന്ന ദമ്പതികളായിരുന്നു ആ കുടുംബം. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉമ്മു സലമ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്കതിൽ കാണാൻ കഴിയും. മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ ഖാലഹു മാ അമറഹുല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജുർനി ഫി മുസീബതി وأخلف لي خيرا منها إلا أخلفه الله خيرا منها وفي رواية أخرى إلا وأجره الله من مصيبته. ഒരു മുസീബത്ത് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ഒരു വിശ്വാസി പറയേണ്ടത് ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളതാണ്. ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ളതാകുന്നു, അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. എങ്കിൽ ഒന്നുകൂടി അത് പറയുമ്പോൾ അല്ലാഹുമ്മ അജുർനി ഫി മുസീബത്തി, അള്ളാഹുവേ എനിക്ക് ബാധിച്ച മുസീബത്തിൽ നീ പ്രതിഫലം നൽകണമേ. വ അഖ്ലിഫ്ലി ഖൈറൻ മിൻഹ, മക്കൾ മരിച്ചാൽ, ബിസിനസ്സിൽ സ്വത്ത് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ കൈകാലുകൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റിൽ സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടവിനഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരയിൽ നമുക്ക് നഷ്ടമായാൽ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഈ പ്രാർത്ഥനയാണ്. തീർച്ചയായും ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പറയുന്നു, തിരിച്ചു തരും ഞാൻ ആ പണം, തിരിച്ചു തരും, അതുപോലെ സന്തതിയെ തിരിച്ചു തരും നഷ്ടപ്പെട്ടതൊക്കെ എന്ന് പറയുകയും ആ പറഞ്ഞതിനെ വിശ്വസിക്കാൻ കഴിയുമ്പോൾ അവിടെയാണ് നമ്മൾ റബ്ബെന്ന 2 അക്ഷരത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ മഹാവിസ്മയമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്ം എന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം തുടങ്ങുന്നത് നക്ഷത്രത്തെ സംബന്ധിച്ചാണ്. നക്ഷത്രത്തെ സംബന്ധിച്ച് തുടങ്ങുന്ന അധ്യായം അതാർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയും? അതിൻ്റെ ആദ്യ വാക്ക് വന്നജ്മി ഇദാ ഹവ, അല്ലേ? വന്നജ്മി ഇദാ ഹവ, വാവ് ഖസമാണ്, സത്യം ചെയ്യുകയാണ്. നക്ഷത്രം, ഒരു പ്രത്യേക നക്ഷത്രം, അത് സൂര്യനായാലും അല്ലെങ്കിൽ ഏത് നക്ഷത്രമായാലും, ലോകത്ത് ഈ ഭൂമിയിൽ ഈ ഗാലക്സിയിൽ നമ്മൾ ജീവിക്കുന്ന ഗാലക്സി ഉണ്ടല്ലോ, മിൽക്കി വേ എന്ന് പറയുന്നത്, നമ്മുടെ ഗാലക്സിയിലുള്ള നമുക്ക് ഉപരിലോകത്ത് നമുക്ക് കാണുന്ന നക്ഷത്രങ്ങൾ അതോ അതിനപ്പുറമുള്ള നക്ഷത്രങ്ങളോ, എല്ലാ നക്ഷത്രങ്ങളും തകർന്നടിയും. സൂര്യനേക്കാൾ വലിപ്പമുള്ള UV-SQ എന്ന് പറയുന്ന 170,000 ടൈംസ് വൈഡർ ദാൻ ദ സൺ എന്ന് പറയുന്ന നക്ഷത്രം പോലും തകർന്നു വീഴും. അതിന് നമ്മൾ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. ഫല ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ തകർന്നടിയിൽപ്പെട്ട് ഞാൻ സത്യം ചെയ്യുന്നു. വ ഇന്നഹു ലഖസമുൻ, ആ പ്രപഞ്ചത്തിൻ്റെ വിനാശത്തിന് കാരണമായ നക്ഷത്രത്തിൻ്റെ തകർന്നടിയിൽ നിങ്ങളെങ്ങാനും അറിഞ്ഞാൽ അലീം, അത് മഹാസംഭവമാണെന്ന് നിങ്ങൾക്ക് സയൻസിലൂടെ ജ്ഞാനത്തിലൂടെ വായിക്കാൻ കഴിയുമെന്ന് ഖുർആൻ പഠിപ്പിച്ച ആ വചനം പറഞ്ഞുകൊണ്ട് പറയാണ്, എല്ലാം തകരും, തകരാത്തതൊന്ന് മാ വല്ല സാഹിബക്കും വമാ അവ ഇൻഹുവ ഇല്ലാ ദിക്റുൻ ഇൻഹുവ ഇല്ലാ വഹ്യുൻ യുഹാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. 2 അക്ഷരങ്ങളെ പഠിപ്പിക്കാനാണ് ഉയർന്ന നക്ഷത്രങ്ങൾ ഇവിടെ ഖുർആൻ കൊടുക്കുന്നത്. അതാണ് റബ്ബ്. ആ റബ്ബ് നമുക്ക് നൽകിയ സമ്മാനം ഒന്ന് ഹവയാണ്. ഫിലോസഫികൾ, ഇസങ്ങൾ, ഐഡിയോളജികൾ
എല്ലാം ഹവയുടെ ഭാഗത്താം. ഹവയ്ക്കപ്പുറമാണ് വഹി എന്ന 3 അക്ഷരം. ഹവ എന്നൊരക്ഷരം അത് 3 എണ്ണമാണ്. ഇവിടെയുള്ളതെല്ലാം ഹവകളാണ്. നിങ്ങളെല്ലാം അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവ, ലോകത്ത് ഭൂമിയിൽ ഉള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ക്രിസ്ത്യാനി മുതൽ വളരെ കുറഞ്ഞ പോപ്പുലേഷനുള്ള ജ്യൂസ് വരെ ആരാധിക്കുന്നത് ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്ന, അല്ലെങ്കിൽ അതിനുമൊക്കെ ഷിർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസോസിയേഷൻ നൽകിക്കൊണ്ടാണ് ആരാധിക്കുന്നത്. എങ്കിൽ വഹികളുടെ റബ്ബായ, വേദഗ്രന്ഥങ്ങളുടെ റബ്ബായ, ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബായ അവൻ നൽകുന്ന സന്ദേശമാണ് എല്ലാം നശിക്കും, സൂര്യന് പോലും നശിക്കും, പ്രപഞ്ചം പോലും നശിക്കും. പക്ഷെ നശിക്കാതെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ബാക്കി നിർത്തുന്നത് വഹിയാണെന്ന് പഠിപ്പിച്ച റബ്ബ്. അതാണ് റബ്ബ്. ആ റബ്ബിലേക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് മഹാഭാഗ്യമായി നാം മനസ്സിലാക്കേണ്ടത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന് കുഞ്ഞുണ്ടായിരുന്നില്ല. അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രയോഗം റബ്ബി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല. 120-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. 80-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കുഞ്ഞിനെ കാണുന്നത്. റബ്ബി ഹബലി മിന സ്വാലിഹിൻ, മക്കളെ എനിക്ക് വേണ്ടവ നാഥ, സ്വാലിഹായ മക്കളെയാണ് എനിക്ക് വേണ്ടത് എന്ന് റബ്ബിനോടാണ് ചോദിക്കുന്നത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന് അവസാനം മക്കളില്ലാന്നപ്പോൾ അവസാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. റബ്ബിലാ തദർനി ഫർദ, ഈ ഭൂമിയിൽ ഏകനായി അനന്തരാവകാശികളില്ലാതെ നീ എന്നെ വിടരുതേ നാഥ. ഈ പ്രാർത്ഥനയാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. ഈ പ്രാർത്ഥനയാണ് അർശിൽ തട്ടി അദ്ദേഹത്തിന് സന്താനം നൽകിയതെന്ന് പറയുന്നത്. ഇവിടെയുള്ള സൗദിയിലെ തന്നെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനായ മഹാമിസിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും എഴുത്തിലും പറയാറുണ്ട്, മക്കളില്ലാത്തവർക്ക് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഇതാണ് റബ്ബ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമേഡ ഗാലക്സി. ആൻഡ്രോമേഡ ഗാലക്സിയിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സാണ്. അതായത് 2.5 മില്യൺ പ്രകാശവർഷം. ഇത്രയും ദൂരത്തുനിന്ന് 2.5 മില്യൺ വർഷം മുമ്പ് അവിടെ നടന്ന വിഷയമാണ് നമ്മൾ ഇവിടെ ഇന്നറിയുന്നത്. അത് തൊട്ടടുത്ത ഗാലക്സിയാണ്, നിയറസ്റ്റ് ഗാലക്സി ടു അവർ ഗാലക്സി. എങ്കിൽ കോടാനുകോടി ഗാലക്സിയുടെ നാഥനായ അൻത റബ്ബുൽ ആലമീൻ, ഇവിടെയാണ് വിശ്വാസികളുടെ പ്രഖ്യാപനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ വിഷയങ്ങൾക്ക് എന്തെങ്കിലും ജീവിത വ്യവഹാരങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? കടങ്ങളിൽ പ്രശ്നമുണ്ടോ? എങ്കിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായ പ്രശ്നങ്ങളുണ്ടോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന നാഥൻ അവനാണ് നമ്മുടെ കൂടെയുള്ളത്. ഇബ്രാഹിം നബിയും വാപ്പയും തമ്മിൽ കൺവെർസേഷൻ ഖുർആൻ നടക്കുന്നുണ്ട്. ആ കൺവെർസേഷൻ്റെ അവസാനം ഇങ്ങനെയാണ്, ഇന്നി ദാഹിബൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുക എന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോകുകയല്ല എന്ന് പറഞ്ഞത്. ഇന്നി ദാഹിബൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുക. എവിടേക്കാണ് റബ്ബിലേക്ക് പോകുന്നത്? സയഹ്ദീൻ, അവിടെ ഗൈഡ് ചെയ്യുക എന്നുള്ളതല്ല, ഓൾറെഡി ഹീസ് ഗൈഡഡ്. ഗൈഡ് ചെയ്യുക എന്നുള്ളതല്ല. സയഹ്ദീൻ എന്ന് പറയുമ്പോൾ സയഹ്ഫദുനി എന്നാണ്, സയഹ്മീൻ എന്നാണ്. ഹീ വിൽ പ്രൊട്ടക്റ്റ് മീ, ഹീ വിൽ ഷുവർലി ലുക്ക് ആഫ്റ്റർ മീ. അവൻ എന്നെ ഏറ്റെടുക്കും. മൂസാ നബി കടലിൻ്റെ മുമ്പിലെത്തി, ഫിറഔനിൽ നിന്ന് പോന്നും ചെയ്തു. പിന്നിൽ ഫിറഔൻ, മുന്നിൽ മൂസാ നബി, മുന്നിൽ കടൽ. അപ്പോൾ ഇസ്രായേൽ സന്തതികൾ, അവർക്ക് ഈമാൻ കുറവാണല്ലോ. ഇന്നാല മുദറഖൂൻ, മൂസയെ പറ്റിച്ചല്ല ഞങ്ങളെ. മുമ്പിൽ കടലും പിന്നിലും ഫിറഔനും. പിടിക്കപ്പെട്ടല്ലോ. വി ആർ കോട്ട്, ഞങ്ങൾ പിടിക്കപ്പെട്ടു. ഉടനെ പറഞ്ഞത് കല്ല, അങ്ങനെയല്ല വിഷയം. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ റബ്ബുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഒരു മാസിനെ നിർത്തി പറയാണ്,
അവരുടെ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന മഅയ റബ്ബി, അവിടെ ഉപയോഗിച്ച പദം റബ്ബാണ്. സയഹ്ദീൻ, അവൻ എന്നെ സംരക്ഷിക്കും. ഈ റബ്ബിനെ അറിയുക എന്നുള്ളത് ഈ റബ്ബിനെ അറിയുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ റബ്ബിനെ അറിയാനുള്ളതാണ്. പിന്നെ അബ്ദ്, ഇപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബിനു അബ്ദിക വബിനു അമതിക. റബ്ബിലേക്ക് അടുക്കുന്നവനാണ് അബ്ദ്. അബ്ദ് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് ഇബാദത്ത്. ഇബാദത്ത് ഇറ്റ്സ് നോട്ട് എ സ്ലൈവറി, ഒരു അടിമത്തമല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ബന്ധനമല്ല. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കമ്പൾസറി അഗ്രിമെൻ്റ് അല്ല അത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇൻടാക്ട് റിലേഷൻ, അതൊരു ബന്ധമാണ്. അങ്ങനെ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കണം, നോമ്പ് വെക്കണം, എന്തൊരടങ്ങറാണ്. നോ, വി ആർ എൻജോയിങ് ഇറ്റ്, ഞങ്ങളത് ആസ്വദിക്കുകയാണ്. ഇത് ഒരു ബന്ധമാണ്. ഈ ബന്ധം തീർക്കൽ എവിടെയാണ്? ഈ ബന്ധം വല്ലാത്ത ബന്ധമാണ്. ഞാൻ ഓതി വെച്ച വചനം, അറബികളുടെ ഒരു ഹോബിയാണ് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ഇലാഫി ഖുറൈഷിൻ ഇലാഫിഹിം റഹ്ലത ശിതാഇ വസ്സൈഫ്, രണ്ട് സമയത്തും അവർ ട്രാവൽ ചെയ്യും. നീ കാണാൻ പറ്റും അറബികൾ ഇന്നും അവരങ്ങനെ തന്നെയാണ്. എത്ര ട്രാവൽ ചെയ്താലും ഈ ബന്ധം മുറിക്കരുത്. മക്കയിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്ക് പോകുമ്പോഴും ഏത് കോണ്ടിനെൻറ്റിലേക്ക് പോകുമ്പോഴും ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന് റബ്ബുണ്ട്, അതാണ് റുബൂബിയത്ത്, റബ്ബെന്ന് പറയുന്നത്. ആ റബ്ബിനെ ആരാധിക്കണം. ആ റബ്ബ് രണ്ട് ഗുണം നിത്യമായി ചെയ്യുന്നു. അല്ലദീ അത്അമഹും മിൻ ജൂ, നമുക്ക് ഭക്ഷണത്തിന് വിശപ്പുണ്ട്, സെക്സ് നമ്മുടെ വിശപ്പാണ്, മറ്റു സമ്പത്ത് നമ്മുടെ വിശപ്പാണ്. എല്ലാ വിശപ്പുകൾക്കും പരിഹാരം നൽകും ആ റബ്ബ്. വആമനഹും മിൻ ഖൗഫ്, എല്ലാവിധ ഭയങ്ങളിൽ നിന്ന് നിർഭയത്വം നൽകും. ഇങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കേണ്ടത്. അവസാനിപ്പിക്കുകയാണ്, അബ്ദ് നിർവഹിക്കേണ്ട ഒന്നാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് രീതിയിലാണ്. അമലും ബിൽ ഖൽബ്, അമലും ബിൽ ജവാരിഹ്, അത് ഖൽബ് കൊണ്ട്, പിന്നെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അമലും ബിൽ മാൽ, നമ്മുടെ സ്വത്ത് കൊണ്ട്. എങ്കിൽ അബ്ദ് ഇബാദത്തിലെത്തിക്കഴിഞ്ഞാൽ ഇബാദത്തിൽ നിന്ന് അവൻ എത്തേണ്ട ഒരു ടാർഗറ്റാണ് ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത്. ഇബ്നു തൈമിയ റഹ്മഹുല്ലാ ഇത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ തുറന്നായിട്ട് ഇബ്നു ഖയ്യിം അദ്ദേഹത്തിൻ്റെ മദാരിജ് സാലിക്കിനിലൊക്കെ പറയുന്നുണ്ട്. ഞാനതിൽ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇബാദത്തിൽ നിന്ന് നമ്മളെത്തേണ്ടത് ഉബൂദിയ്യത്തിലേക്ക്. ഉബൂദിയ്യത്തിലെത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചിർത്താൻ കഴിയുക. മാലഖയ അബാബക്കർ ഇസ്നാനി അല്ലാഹു സാലിസുമ, എന്ത് പറ്റി അബൂബക്കറെ, മറന്നുപോയോ? പ്രവാചകൻ മറന്നിട്ടില്ല. ഉബൂദിയ്യത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ആളാണ്. ഇസ്നാനി, രണ്ടാണാളോ? അല്ലല്ലോ. അല്ലാഹു സാലിസുമ, മൂന്നാമത്തത്, തേർഡ് പേഴ്സൺ ഈസ് അവർ ക്രിയേറ്റർ, നമ്മുടെ മൂന്നാമത്തവൻ നമ്മുടെ നാഥനാണ് എന്നുള്ളതാണ്. ഇത് ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് അമാലുൻ ളാഹിറത്തുൻ വബാത്തിനത്തുൻ. ഉബൂദിയ്യത്ത് എന്ന് പറയുമ്പോൾ അത് പിന്നെ അത്തസ്ലീമുൽ കാമിലു താം ലില്ലാഹി വൽ ഇഫ്തിഖാറു ഇലൈഹി വൽ ഇനാബത്തു ഇലല്ലാഹ്, പൂർണ്ണമായ സമർപ്പണം. ഈ സമർപ്പണം എന്താണ്? ബിൽ മഹബ്ബത്തി വൽ ഖുദൂഇ വൽ ഖൗഫി വൽ ഖശിയത്തി, ഈ സ്നേഹവും എല്ലാം ഉള്ള ഒരു സമർപ്പണം. ഇങ്ങനെ സമർപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങുക. അങ്ങനെ റബ്ബിനറിയുക. യാ റബ്ബ്, റബ്ബി, റബ്ബെന്ന പ്രാർത്ഥനകൾ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റു പദങ്ങൾ ഉപയോഗിച്ചതിനേക്കാളും കാണാൻ കഴിയും. ഹദീസുകളിലും അത് പരിശോധിക്കുക, അതിൻ്റെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുക. റബ്ബെന്ന പദം ഒരു വലിയ പദമാണ്. ജീവിതത്തോട്
ചേർത്ത് വെക്കേണ്ട ഒരു പദമാണ്. താരിഖ് സിയാദ് സ്പെയിൻ കീഴടക്കുമ്പോൾ കപ്പൽ കത്തിച്ച് ആ സ്പെയിനിൻ്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ റബ്ബിനെ സമർപ്പിച്ചിട്ടാണ് തവക്കൽതു അലാ റബ്ബി എന്ന് പറയുന്നത്. സഅദ് ബിൻ വഖാസ് ബ്രിട്ടീഷുകാരെ ഇത് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിലും പറയുന്നത് ഇറ്റ്സ് എ മിറാക്കിൾ ഹാപ്പൻ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇതാ കടല വെള്ളമാണ്, ഞങ്ങൾ നീന്തുകയാണെന്ന് പറഞ്ഞതും എന്താ, ഈ റബ്ബിനെ മനസ്സിലാക്കിയതാണ്. റബ്ബിനെ മനസ്സിലാക്കുക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹുവിനെ തിരിച്ചറിയുക. പടച്ചവൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ തിരിച്ചറിയുന്ന, റബ്ബിലേക്ക് മടങ്ങുന്ന അമലുകൾ ചെയ്യുന്ന വിഷയങ്ങൾ പരമാവധി ജീവിതം ധന്യമാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വസല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.